ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യം. മത്തായി 17:9. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അവർ മലയിൽ നിന്നും ഇറങ്ങുമ്പോൾ, അതായത് മറരൂപമലയുടെ മഹത്വം ദർശിച്ച് അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഈ ഒരു കാര്യം. ഇതാരോടും പറയരുത്. ഇസ്രായേൽ ജനം രാജ്യം ബഹിഷ്കരിച്ചതിനാൽ ഈ 3 ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഈ ദർശനം, അതായത് വരുന്ന രാജ്യത്തെക്കുറിച്ചുള്ള ഈ ദർശനം അവരോട് പറയരുതെന്ന് കർത്താവ് വിലക്കി. ഈ നിരോധനത്തിൻ്റെ പൂർണ്ണ വിവരം മത്തായി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേൽക്കുക എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുമ്പോൾ ഇത് തികച്ചും ഒരു പുതിയ ചിന്തയാണ്. ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ പഴയ നിയമ ഭക്തന്മാർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നതിന് തെളിവുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിലും അതുപോലെ സങ്കീർത്തനം 16-ലും ഒക്കെ നമ്മളത് കാണുന്നു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. ഇവിടെയൊക്കെ ഒരു അലങ്കാര ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ആക്ഷരിക പുനരുത്ഥാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. മരിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം വിശുദ്ധന്മാരുടെ മാത്രമുള്ള പുനരുത്ഥാനത്തെ പഴയ നിയമ വിശുദ്ധന്മാർ അറിഞ്ഞിരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരുടേത് മാത്രമായുള്ള ഒരു പുനരുത്ഥാനം ഉണ്ടാകുമെന്നുള്ളത് ആദ്യം വെളിപ്പെട്ടത് പൗലോസിൽ കൂടിയാണ്. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള ഭാഗത്തും അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലൊക്കെ പൗലോസ് അത് പറയുന്നുണ്ട്. 2 പുനരുത്ഥാനങ്ങളുണ്ട്. ഒന്ന് ജീവനായുള്ള പുനരുത്ഥാനവും മറ്റേത് ന്യായവിധിക്കായുള്ള പുനരുത്ഥാനവും. 1-ാമത്തെ പുനരുത്ഥാനം നീതിമാന്മാരുടേതാണ്. അതിന് ഏറെ നല്ല പുനരുത്ഥാനം എന്നാണ് പേര്. ലൂക്കോസ് 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലും അതുപോലെ തന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലൊക്കെ അതുണ്ട്. അത് പൊതുവെയുള്ള പുനരുത്ഥാനമല്ല, അത് മരിച്ചവരിൽ നിന്നുമുള്ള പുനരുത്ഥാനമാണ്. അത് ലഭിക്കുന്നത് ദൈവമക്കൾക്കാണ്. 2 പുനരുത്ഥാനം, അതായത് 2-ാമത്തെ പുനരുത്ഥാനം ന്യായവിധിക്കുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ പങ്കാളികൾ ഒരു നിത്യ ശിക്ഷാവിധിയിലേക്ക് പോകുമെന്നാണ് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 12-ാം വാക്യം മുതൽ വായിക്കുന്നത്. അതായത് ഈ 2 പുനരുത്ഥാനങ്ങൾക്കും മധ്യേ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരു 1000 ആണ്ടിൻ്റെ ഇടക്കാലമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലുമൊക്കെ അതിൻ്റെ രേഖപ്പെടുത്തലുമുണ്ട്. അപ്പോൾ ജാതിപരമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ഉണർവിനെ യെഹെസ്കേൽ പ്രവാചകനും ദാനിയേൽ പ്രവാചകനുമൊക്കെ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അവർ വിശുദ്ധരും ഭാഗ്യവാന്മാരുമാണ്. 2-ാം മരണമാകുന്ന തീപ്പൊയ്കയിലെ മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അവർ പുരോഹിതന്മാരും രാജാക്കന്മാരുമാണ്. അവർ ക്രിസ്തുവിനോടുകൂടെ എന്നെന്നും നിലനിൽക്കുകയും, അതായത് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെയുള്ള ഒരു വിശ്വാസം നമ്മൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ആ നാളിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമ വെളിപ്പാട് സാഹിത്യത്തിലും പുതിയ നിയമ വെളിപ്പാടുകളിലുമൊക്കെ കർത്താവിൻ്റെ പുനരുത്ഥാനവും 2-ാം വരവും ആക്ഷരികമായും ആലങ്കാരികമായും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനവും അതുതന്നെയാണ്. അതുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു,
ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ ദർശനം നിങ്ങൾ ആരോടും പറയരുത്. ഒരു മഹത്വത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ വെമ്പൽ കൊള്ളുന്ന ലോകത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ തൻ്റെ അമാനുഷികമായ മഹത്വത്തെ ആരോടും പറയരുതെന്ന് കർത്താവ് പറയുന്നത് നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ്, അതുപോലെ തന്നെ മാതൃകാപരവുമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, അസാധാരണമായ കാര്യമാണെങ്കിലും അമാനുഷികമായ കാര്യങ്ങളായാലും മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് ഒരു മാനുഷിക സ്വതസിദ്ധ ശൈലിയാണ്. കർത്താവ് അതിൽ നിന്നും വിഭിന്നമായി അവരോട് കൽപ്പിക്കുന്നു, ഇത് നിങ്ങൾ ആരോടും പറയരുത്. ദൈവരാജ്യത്തിൻ്റെ മർമ്മമാണ് ഈ വാക്കുകളിൽ നമ്മൾ കാണുന്നത്. നമ്മളെല്ലാം കർത്താവിൻ്റെ ഈ ഒരു പുനരുത്ഥാനത്തിൻ്റെ പങ്കാളികളാണ്. നമ്മളെ അതിനുവേണ്ടി കർത്താവ് വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ രക്ഷാ ജീവിതത്തിൽ എന്നും പിൻപറ്റേണ്ടതാണ്. അതിന് ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കും. കർത്താവിനോട് കൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിലെ ഉറക്കവും പ്രഭാതത്തിൻ്റെ ഉണർവും ദാനമായി ഞങ്ങൾക്ക് നൽകി. സാധ്യതകളുടെ മറ്റൊരു പകലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അത് വളരെ വിശ്വസ്തമായി നിറവേറ്റുവാനുള്ള കൃപ നൽകുകയും പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളുടെ ജീവിത വ്യവഹാര ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം പകരുകയും ചെയ്യണമേ. വിശ്വസ്തരായിരിക്കാനും ദൈവത്തോട് കൂടെ നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.